പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടക്കുക. ഒന്ന്, ചൂയിങ്കം കൊണ്ട് നമുക്ക് സലൈവറി സെക്രീഷൻ ഇംപ്രൂവ് ചെയ്യാം. അപ്പോൾ സലൈവറി സെക്രീഷൻ, അതായത് ഉമിനീർ ഗ്രന്ഥികളുടെ ആക്ടിവിറ്റി കൂടുമ്പോൾ കൂടുതൽ ഉമിനീർ ഉൽപ്പാദിക്കുകയും അതുമൂലം നമുക്ക് ഡീകെ പ്രിവെന്റ് ചെയ്യാനും ക്ലീനിങ് ആക്ഷനും ഇതെല്ലാം നടക്കും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഒരു ബഫറായിട്ട് ഇത് പല്ലുകളുടെ ഇടയിൽ ഇത് നിൽക്കുമ്പോൾ പലപ്പോഴും ഭയങ്കര ടെൻഷനുള്ള അവസരങ്ങളിൽ ചൂയിങ്കം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോയിന്റിലേക്കുള്ള പ്രഷർ ട്രാൻസ്മിഷൻ കുറയ്ക്കുകയും അതുമൂലം നമുക്ക് കുറച്ചുകൂടെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് എംഫസൈസ് ചെയ്യാറുള്ളത്. എന്താ തോന്നുന്നത്? അല്ല, തീർച്ചയായും ഇപ്പം ഡോക്ടർ പ്രശാന്ത് പറഞ്ഞതുപോലെ ഈ